ദിവസമാണ്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്. ബാംഗ്ലൂരിലേക്ക് പോയിട്ട് നമ്മൾ അവിടുന്ന് വരുന്നു. അവിടേക്ക് സബ്മിറ്റ് ചെയ്ത് നമ്മൾ പോകണം. അപ്പോൾ ഇൻട്രോ ഔട്ട്രോ ഒരു സ്ഥലത്ത് എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് രണ്ടും ഒരേ തോന്നും. അപ്പോൾ എന്തായാലും ഒന്ന് കണക്കൂട്ടിയിട്ട് അപ്പോൾ നമ്മൾ അടിപൊളി റോട്ടിൽ കൂടെയാണ് പോകുന്നത്. എന്ത് രസമാണ്, അടിപൊളിയാണ്. പക്ഷേ എനിക്ക് ഇത്രയും നേരം ട്രാവൽ ചെയ്തിട്ടൊന്നും തോന്നുന്നില്ല. നല്ല ഡ്രൈവിംഗ് ആയിട്ടുള്ള ഒരു അപ്പനാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഓട്ടോ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അപ്പച്ചൻ്റെ നമ്പർ ഉണ്ട്, വിളിച്ചിട്ട് 24x അവൈലബിൾ ആണ്. അപ്പോൾ കിടിലൻ ഡ്രൈവിംഗ് ആണ്, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കിടിലൻ റോഡുമാണ്. അപ്പോൾ നമുക്ക് നിങ്ങളെല്ലാ വീഡിയോ കണ്ടിട്ട് വന്നിട്ട് ഞാൻ അവിടുന്ന് ഉള്ള ക്ലിപ്സ് എല്ലാം എടുത്തിട്ട് ഒരു വീഡിയോ ആക്കിയിരിക്കുന്നതാണ്. അപ്പോൾ എത്ര ബ്യൂട്ടിഫുൾ ആണെന്നൊന്നും അറിയില്ല, പക്ഷെ കണ്ടു. അപ്പം ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ബാംഗ്ലൂരിലുള്ള നമ്മുടെ എയർപോർട്ടിൻ്റെ അകത്തൂടെയാണ്. ഗായ്സ്, കിടിലൻ സെറ്റപ്പ്, പറയാമെന്നിരിക്കാൻ വയ്യ. അപ്പോൾ ഇവിടെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട്. എൻ്റെ പോലെ ഞാൻ അവിടെ നിന്ന് എന്താ പോരാൻ തോന്നുന്നില്ല. കിടിലനാണ്. ഞാനാണ് ഭയങ്കര എക്സൈറ്റഡുമാണ്. കണ്ടിട്ട് അവിടുന്ന് പോരാൻ തോന്നില്ല. എൻ്റെ മോനെ നോക്കി, എൻ്റെ ഔട്ട്ഫിറ്റൊക്കെ ഇതാണ്, എങ്ങനെയാണെന്നൊക്കെ കമൻറ്റ് ബില്ലോ. അപ്പോൾ നമ്മൾ തിരിച്ചു പോരുന്ന വഴിക്ക് മോനെ മലകൾ, ഹൈവേ ഒക്കെ കിടലാണ്. നോക്കി നിങ്ങളെല്ലാം കണ്ടോളി. നമുക്ക് പോകേണ്ട ശ്രീരംഗപട്ടണം. സോ ഗൈസ്, വി ആർ കമ്മിങ് ടു അവർ ഹോം ടൗൺ. ഇറങ്ങാതെ 100 രൂപ എങ്ങാണ്ട് തന്നായിരുന്നു. ഇപ്പൊ എവിടെ എത്തിയപ്പച്ചാ? ശ്രീരംഗപട്ടണം ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആയ കർണാടകയുടെ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആയ ശ്രീരംഗപട്ടണത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു കിടിലൻ കാടിലൂടെയാണ് പോകുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ കർണാടകയിലെ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആയിട്ടുള്ള ശ്രീരംഗപട്ടണം എന്ന് പറഞ്ഞ സ്ഥലത്തിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറേ ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി എനിക്ക് വലിയ കാര്യമായിട്ടുള്ള അറിയില്ല. അപ്പോൾ നമുക്ക് അപ്പനോട് ചോദിക്കാം, നല്ല കാര്യങ്ങളെല്ലാം അപ്പച്ചൻ നമുക്ക് പറഞ്ഞു തരും. പറ, ഇവിടെ എന്തൊക്കെ ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ഉണ്ട്? ഇത് ടിപ്പു സുൽത്താന്റെ സമാധി, അതാ ടിപ്പുവിന്റെ ടോംബ്, അതാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ്. അതുകൂടാതെ ത്രിവേണി സംഗമം, പിന്നെ മറ്റൊന്ന് വാട്ടർ ജയിൽ, ബേർഡ് സാങ്ച്വറി, ഇതൊക്കെ നമ്മൾ ഈ പോകുന്ന റൂട്ടിലൂടെയാണ്. നിങ്ങൾ മുന്നോട്ട് നോക്കി കാണാം. വെൽക്കം ടു ഹിസ്റ്റോറിക്കൽ ടൗൺ. നമ്മളെ വെൽക്കം ചെയ്യുന്നവര്, വെൽക്കം ടു ഹിസ്റ്റോറിക്കൽ ടൗൺ ശ്രീരംഗപട്ടണം. സോ ഇതാ ഒരു കിണ്ണൻ ലേക്കാണ്. ഇതാണ് ആ വാട്ടർ ജയിൽ ഗൈസ്. വെൽക്കം. ഇതാ സൈഡിലുള്ളതാണ് വാട്ടർ ജയിൽ. അത്രയും വലിയ ഹിസ്റ്റോറിക്കൽ പ്ലേസസിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഫുള്ളായിട്ട് എന്തായാലും ഫുള്ള് കാണണം. നമ്മുടെ മൈസൂർ അപ്പൊ ശ്രീരംഗപട്ടണത്തോട് വിട പറയുകയാണ്. ഹിയർ, താങ്ക് യു, യു വിസിറ്റ് അഗെയിൻ ടൗൺ മുനിസിപ്പൽ കൗൺസിൽ ശ്രീരംഗപട്ടണം. ഇതൊന്നും നമുക്ക് വായിക്കാറില്ല, അതുകൊണ്ടാണ്.